have a hope. He's come to live with you, Father. That He's come to be with you in eternity. Thank you because He's going to watch over us right from heaven. Thank you because you have brought Him back to your home, Father. Thank you for giving Him a beautiful life. Thank you for He had good health and long life. Thank you for fulfilling every promise that you had concerning Him and His family. തമ്പുരാൻ നമുക്ക് ഈ ലോകത്തിലൊരു ജീവിതം നമുക്ക് ദാനം തന്നിരിക്കുന്നു. അത് ഫലകരമായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവം, അതിനുള്ള വഴികൾ ഒരുക്കി തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ കുഞ്ഞുമോൻ, പ്രിയദാസിയുടെ വേർപാടിന് ശേഷം മക്കളായ ഷാജി, ഷിബു കുടുംബത്തോടൊപ്പം അല്പകാലം അഹമ്മദാബാദ് പ്രദേശത്ത് വന്ന് താമസിക്കുവാനും മക്കളോടും കുഞ്ഞുമക്കളോടും കൂടെ സന്തോഷിച്ച് ജീവിപ്പാനും അവസരം തന്നത് ആ ദൈവം തന്ന ഫലകരമായ ജീവിതം ആ അല്പകാലം ധന്യമാക്കി തീർത്തു എന്ന് അനുഭവത്തിൽ കൂടി കണ്ടറിയാനും സഹായിച്ച ആളാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരു പ്രായക്കാരാണ്. വരുമ്പോഴൊക്കെയും ആരാധനയിൽ വരുമ്പോഴൊക്കെയും കണ്ട് സന്തോഷിക്കുവാനും ക്ഷേമാന്വേഷണങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെ അവസരം ദൈവം തന്നു. എനിക്ക് സംഭവിച്ചതിൽ അതിന് സഹിക്കാൻ കഴിയാത്തൊരു ദുഃഖമാണ്. എന്നാൽ ഇതൊക്കെയും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് സഹോദരങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞങ്ങളുടെ അപ്പച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ തലമുറ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ 7 മക്കൾ, ഞാൻ 7ാമത്താണ്. എൻ്റെ സഹോദരങ്ങൾ ഞാൻ എന്നോട് ചെറുപ്പം മുതൽ എൻ്റെ പിതാവും മാതാവും സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും എന്നെ കരുതുകയും ചെയ്യും. ഈ സമയം മരിക്കുന്ന സമയം എന്നെ എപ്പോഴും വിളിച്ചു പോകട്ടെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കൂടുതൽ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തത്. അച്ഛനായിരുന്നു ഒരു പാലും ചേർന്നോർക്കൊന്നും പ്രോത്സാഹിക്കാൻ വയ്യാത്ത പാടുണ്ടായിരുന്നു. എന്നാലും പറയുമായിരുന്നു, അവിടെ എനിക്ക് നല്ലത് എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് അവരുടെ എനിക്ക് കർത്താവ് തരണം എപ്പോഴും എന്നോട് പറയുമായിരുന്നു. And then we goes down to the childhood vacations that we used to come from Gujarat once in 2 years. And the love of Uncle and Auntie also overwhelmed us. The warmth of his love is something we really miss. Uncle is always dear to us. Shai-chan, Shiv-chan, Chalo-chan, here during our vacations in our childhood. Uncle and Auntie love us so much. However old a person is, but when they go, it's definitely a sorrowful time. We all are grieved here, but we have a hope that is greater than our sorrow, that very soon we'll meet him once again on the other shore. On behalf of my sisters and family, that is Lovely and family from Ahmedabad, Vijay and family from Bangalore, and my family from Bangalore, and my dad's family. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടത് വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ.
ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി. Yeah.
വാഴോ എന്നെ കാര്യമായിരിക്കുന്ന ശുശ്രൂഷയിൽ സമ്മതിക്കുന്നു. അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു, ശുശ്രൂഷയ്ക്ക് നേതൃത്വം ചെയ്യുന്നു. പരിശുദ്ധരുഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 നമ്മൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ശുശ്രൂഷയുടെ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന അപേക്ഷത്തേക്ക് വേണമേ. ബോധത്തോടും ഒരുപാടിരിക്കുന്ന വ്യത്യാസനെ കുറിച്ചുള്ള ഞങ്ങൾ ജീവിച്ച് ബാക്കിയുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിനും യോഗ്യത തീരുമാനിക്കും. നിങ്ങൾക്ക് സകല ഉപവാസങ്ങളെ ജീവിക്കുകയും എന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു, അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ട് നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാവുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്നാൽ അവൻ നമ്മുടെ മനുഷ്യനെ അറിയുന്നു, നാം മണ്ണാകുന്നുവെന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരായ ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. പരിശുദ്ധ
തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്യും. അവനെ വഴിഞ്ഞ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെ അമൃതമായതിനായി അവനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്നതുമായ ഐശ്വര്യമുള്ളതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ പിതാവിന്റെ ശുശ്രൂഷയുടെ നേതൃത്വം ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയുള്ള അപേക്ഷകളുണ്ടായിട്ടുണ്ടെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ചു വന്നു. ദൈവമായ പുത്രൻ രണ്ടാമതിൽ നമുക്ക് പ്രത്യക്ഷനാക്കുകയും എല്ലാവരുടെയും ദൃശ്യന്മാരുടെയും പ്രവർത്തനങ്ങളും അധികാരം ചെയ്യുകയും കുട്ടികളെത്തുവാനാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ പദാർത്ഥങ്ങൾ ചേർത്തുകൊള്ളപ്പെടുകയും ഇരുഭാഗക്കാരെ വെച്ച് പറയുകയും ചെയ്യുമ്പോൾ ദൈവികമായ ശുശ്രൂഷ സംബന്ധിച്ചവനും നിന്റെ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ടവൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂടുതൽ ചെയ്യുകയും നിന്റെ സേവനങ്ങളുടെ ബന്ധം കാണപ്പെടുകയും അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശയാണ്. ഈ ദാസന്റെ പാർപ്പാടെ ആശ്വസിക്കുകയും ഭാഗ്യകരമായ പ്രത്യാശിക്കുകയും അരുണ്യവാനായ കർത്താവേ, മനസ്സറിവുള്ള ദൈവമേ, ഈ പ്രിയപിതാക്കളെയും വേർപാടിനെ കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചവരായ ഞങ്ങളെയും പ്രത്യേകമായി നിന്റെ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കണ്ണുകളുടെ ബന്ധത്താൽ ആശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേകിച്ച് ഇവരുടെ ഇവരുടെ ഹൃദയങ്ങളുടെ ആകുലചിന്തയില്ലാത്ത സമാധാനമുള്ളവരെ നീ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്തവരെ വിടുവിക്കണമേ. തീരാത്ത വീഴാതിരിക്കാൻ ദൈവികമായ പ്രത്യാശമുണ്ട്. ഇവരുടെ ഹൃദയങ്ങളെ നീ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള നടത്തണമേ. ആശയില്ലാത്ത വിചാരികളെ പോലെ വിശ്വാസവും സമാധാനം പ്രാപിക്കുകയും വിജയമാകണമേ. ആത്മീയവും ലൗകികമായ സ്ഥലത്തിലെ നീ സന്തുഷ്ടമുള്ളവരാകണമേ. കർത്താവെടുത്തവരുടെ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ എന്ന് ചൊല്ലിയ നീതിമാനായ ദൈവമേ, പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിങ്ങളുടെ അവസാനം അറിയുന്നുണ്ട്. ഞങ്ങളുടെ ജീവനത്തിൽ സ്ഥാനം വരുത്തുമ്പോൾ ഈ ലോകത്തിനുള്ള പുറപ്പെടുന്നവർക്ക് കാത്തിരിക്കുന്നവരുമായി ഞാൻ കാണപ്പെടുന്നതാകണമേ. നിന്റെ സ്വന്തം ശ്രേഷ്ഠമാണ് ഞങ്ങൾ വിധാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്ന ഏകപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അറിയിക്കുവാൻ ഞങ്ങൾക്കിടയിൽ ചെയ്യുമാറാകണമേ. പുനർജീവൻ അടുത്തല്ലോ.
അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർത്തുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷ്യം എടുത്തു വരും. മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിയിട്ടില്ല. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പാപങ്ങൾ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്രകൊണ്ടവർ നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടമാരത്രേ. ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും ഞങ്ങളെ അതുവാത്സല്യമായി സ്നേഹിക്കുകയും ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന നല്ല ദൈവമേ, സുഖ ദുഃഖ വേർപാടിന്റെ സമ്മിശ്രാനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതയാത്രയിലോട്ട് നയിക്കും. എന്നാൽ യാതൊരു വ്യത്യസ്തതയുമില്ലാതെ നമ്പുരാൻ ഞങ്ങൾക്ക് താങ്ങും കാണലുമായി എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഉള്ളതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അങ്ങേ മുറുകെ പറ്റിക്കൊണ്ട് മുൻപോട്ട് തുടർന്നും യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുഞ്ഞുമോൾച്ചാന്റെ ധന്യകരമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അങ്ങയുടെ സമയമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചേർത്തു, അങ്ങയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചേർത്തപ്പോൾ അത് ഞങ്ങൾക്ക് ദുഃഖത്തിനേക്കാൾ അപ്പുറമായി ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾക്ക് സ്തോത്രം കരയറ്റു ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കുന്നതിനാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, പ്രിയപ്പെട്ട ഈ ദേശത്തിലുള്ള പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ കരത്തിന്റെ തലോടലിലൂടെ ആ ആശ്വാസം അനുഭവിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയുള്ള ഭവനത്തിൽ വന്ന് വേർപാടിന്റെ ഭവനങ്ങളിൽ വന്ന് കണ്ണുനീരിലെ വാർത്ത കർത്താവാകുന്നവരോ അപ്രകാരം ഞങ്ങളുടെ ഈ വേദനകളുടെ മുമ്പിൽ അങ്ങ് കണ്ണീർ വാങ്ങിയുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ദൈവമായ കർത്താവിന്റെ ആശ്വാസം നൽകുന്ന വചനത്തിൽ ആശ്രയിച്ച് ആ കരപരിപാലനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമേ. ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ ഭക്തനും രക്ഷകളെ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന എല്ലാ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലോ
ജീവിച്ചു പാപിയൻ ശാപം ചിരസതിലേക്കിടുവാൻ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ചിരസതിലേക്കിടുവാൻ മുരുകുന്നൻ ചങ്കു തകരുന്നൻ കണ്ണു നിറയുന്നൻ രക്ഷകനെ ഉള്ള